അപ്പാനിക്ക് വേണ്ടി അപ്പാനി നിങ്ങൾ ഞാൻ പറഞ്ഞ പണി നല്ല രീതിയിൽ ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട്. എന്നിട്ട് നോക്കോ മസ്താനി, അതായത് അപ്പാനി അവിടുന്ന് പോയപ്പോൾ മസ്താനി നേരെ ഓടി വന്ന് ബിഗ് ബോസിനോട് വളരെയധികം നന്ദി പറഞ്ഞു. അത് എന്താണ് അങ്ങനെ പ്രത്യേക പറയാൻ കാര്യം? അപ്പാനി പോയതിന്റെ സന്തോഷമാണോ? ഒരാൾ ആ വീട്ടിൽ നിന്ന് സന്തോഷം. ഈ കർമ്മ ഇസ് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം അപ്പാനി പോയ ആ ഒരു എപ്പിസോഡിൽ തന്നെ അതിൻ്റെ മുന്നത്തതിൽ അപ്പാനി അനുവിനോട് പറയുന്നുണ്ട് അടുത്ത ആഴ്ച എന്തായാലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്തായാലും ഇവിടുന്ന് പുറത്താക്കും എന്നുള്ളത്. അത് പറഞ്ഞ് നെക്സ്റ്റ് വീക്ക് ആയപ്പോഴേക്കും അപ്പാനി പോയി. പിന്നെ അപ്പാനി പോയതിന് ശേഷമാണ് മസ്താനീൻ്റെ ഭയങ്കര എന്താ പറയുക സന്തോഷം പ്രകടിപ്പിക്കലും ഭയങ്കര സന്തോഷമായിരുന്നു മസ്താനിക്ക്. അതും ആ സന്തോഷത്തിനും തിരശ്ശീല വേണം ഇന്നലത്തോട് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഇരിക്കും നമുക്ക് കിട്ടുന്ന പണികളൊക്കെ. അപ്പോൾ ഇവിടെ മസ്താനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്താനി ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ട് മസ്താനി ആ ഒരു ഹൗസിലേക്ക് കയറിയത്. കാരണം മസ്താനി വിചാരിച്ചിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ എനിക്കറിയാം, അപ്പോൾ അതിനെനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, അപ്പോൾ എനിക്ക് ഇവിടെ ചെന്നാലും എനിക്ക് നല്ലതിൽ തിളങ്ങാൻ പറ്റും, കപ്പ് കിട്ടും എന്നൊക്കെ ഉള്ളൊരു ഓവർ കോൺഫിഡൻസ് മസ്താനിക്ക് ഉണ്ടാവും. കാരണം ഫസ്റ്റ് അവിടെ കയറിയപ്പം തന്നെ രേണുസുദീനാണ് തൊട്ട് കളിച്ചത്. രേണുസുദീനോട് വിധവാ കാർഡ് ഇറക്കരുത് എന്ന് പറഞ്ഞ് അതോടുകൂടി തന്നെ വ്യൂവേഴ്സ് മസ്താനീൻ്റെ കാര്യം ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട്. കാരണം എന്തിൻ്റെ പേരിലായിട്ടുണ്ടെങ്കിലും മരിച്ച ഒരാളെ അതിലേക്ക് വലിച്ചഴക്കുകയും അതുപോലെ തന്നെ ഈ ഒരു വിധവ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ഷെയ്മോൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മനസ്സാക്ഷിക്ക് നിരക്കാത്ത സംഗതികളാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മസ്താനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളത്. കാരണം എത്ര ആ ഹൗസിൽ നമ്മൾ ഇത്രയും 7 സീസൺ നമ്മൾ കണ്ട് അതിൽ എല്ലാ സീസണിലും വന്ന ആൾക്കാർ എത്ര ശത്രുക്കളാണെന്നുണ്ടെങ്കിലും പക്ഷെ അവർ എവിക്റ്റഡ് ആയി പോകുമ്പോഴും ഒന്ന് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സങ്കടം തെങ്ങി നിൽക്കുന്ന മുഖം അങ്ങനെയായിട്ടാണ് എല്ലാവരും യാത്ര അയക്കാറുള്ളത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് BB7 ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. കാരണം ഒരാൾ പോകുമ്പോൾ കൂവി വിളിച്ച് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആളാണ് മസ്താനി. പിന്നെ ആ ടൈമിൽ തന്നെ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൂവി വിളിച്ചിട്ടൊന്നും കാര്യമില്ല, ചിലപ്പം നെക്സ്റ്റ് വീക്ക് നീ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിനേക്കാൾ മോശമായിട്ടാണ് മസ്താനി ഇപ്പോൾ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കാരണം തലയും താഴ്ത്തിയിട്ട് അവരെല്ലാവരും ഡാൻസും ആര്യനൊക്കെ പ്രത്യേകിച്ച് ഡാൻസൊക്കെ കളിച്ച് നല്ലോണം നമ്മൾ പറയില്ലേ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളത്. ഇതേ അവസ്ഥ തന്നെയാണ് പുറത്തിറങ്ങിയപ്പോഴും എയർപോർട്ടിൽ വന്നപ്പോഴൊക്കെ ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. കാരണം മസ്താനിക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്ത് കംപ്ലീറ്റ് നെഗറ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ ആളുടെ ഒരു സ്വഭാവം കാരണം തന്നെയാണ് ഇത്രയും നെഗറ്റീവായി പോകാനുള്ള ഒരു കാരണം.